ഈശോയിലെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഉയർപ്പ് കാലത്തിലെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഉയർപ്പ് കാലം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉയർത്ത ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുവാനുള്ള ഒരു കാലഘട്ടം. അവനോടൊപ്പം അന്ത്യവിധിയിൽ നാമും ഉയർക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നത്: കല്ലറയിലുള്ളവർ അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ഇന്നത്തെ 4 വായനകളിലൂടെ കടന്നു പോകുമ്പോഴും സഭാമാതാവ് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, യുഗാന്ത്യോന്മുഖമായ പ്രത്യാശയോടുകൂടെ ഉള്ള ഒരു ജീവിതം നയിക്കണം എന്ന് തന്നെയാണ്. 1-ാമത്തെ വായനയിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നോഹയോടും കുടുംബത്തോടും ദൈവം ഒരു വാഗ്ദാനം നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നോഹയോടും കുടുംബത്തോടും ദൈവം ആ മഹാപ്രളയത്തിന് ശേഷം ഒരു ഉടമ്പടി നടത്തുന്നു. ഇപ്രകാരമാണത്: ഇനിമേലിൽ മഹാമാരികൾ കൊണ്ടോ ജലപ്രളയം കൊണ്ടോ ഈ ഭൂമുഖത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. മഹാമാരികൾ അല്ലെങ്കിൽ ജലപ്രളയം അത് പാപത്തിൻ്റെ മരണത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നുവെങ്കിൽ അതിനുശേഷം ദൈവം നൽകുന്ന മഴവില്ല് അത് പ്രതീക്ഷയുടെ അടയാളമായിട്ട് നിലനിൽക്കുന്നു. പാപത്തിൻ്റെ മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷയിലേക്ക് വഴി നടത്തുവാനാണ് ഇന്നത്തെ 1-ാമത്തെ വായനയിലൂടെ സഭാമാതാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. 2-ാമത്തെ വായന 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 2 വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്: ഏലിയായും ഏലീശായും. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ച 2 വ്യക്തികൾ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആദ്യമേ ഏലിയായെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കുന്നതും അതിനുശേഷം ഏലീശായ്ക്ക് ഏലിയായുടെ ആത്മാവിൻ്റെ 2 ഇരട്ടി പങ്കു ലഭിച്ച് ദൈവിക പ്രവർത്തനം തുടങ്ങുന്നതുമായിട്ട് നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ച 2 വ്യക്തികളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് 2-ാമത്തെ വായനയിലൂടെ സഭാമാതാവ് നമ്മോട് പറയുന്നു. ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് ഇന്ന് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യശരീരങ്ങളെയും അവൻ ഉയർപ്പിക്കുമെന്ന് പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യുഗാന്ത്യോന്മുഖമായ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാനാണ് സഭാമാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വിലയിരുത്തുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 38 വർഷമായിട്ട് തളർവാദ രോഗം പിടിപെട്ട് ബത്സയിദ കുളക്കരയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ, തളർവാദ രോഗിയെ നമ്മൾ കാണുന്നുണ്ട്. ഈ 38 വർഷം വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ആ തളർവാദ രോഗി ബത്സയിദ കുളക്കരയിൽ കിടന്നിരുന്നത്. കുളമിളകുമ്പോൾ ആരെങ്കിലും തന്നെ വെള്ളത്തിലേക്ക് ഇറക്കുകയും അതുവരെ രോഗസൗഖ്യം പ്രാപിക്കും എന്ന ഒരു പ്രതീക്ഷയോടുകൂടെയായിരുന്നു ഈ തളർവാദ രോഗി ബത്സയിദ കുളക്കരയിൽ കിടന്നിരുന്നത്. ഈ ഒരു അവസരത്തിലാണ് ഒരു സാബത്ത് ദിവസം ഈശോ ആ തളർവാദ രോഗിയോട് ഇപ്രകാരം ചോദിക്കുന്നത്: നിനക്ക് സുഖപ്പെടുവാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന്. ഈ സാബത്ത് ദിവസം തളർവാദ രോഗിയെ ദൈവം സുഖപ്പെടുത്തുന്നത് യഹൂദ പ്രമാണികൾ കാണുമ്പോൾ അവർക്ക് ദൈവത്തോട് അമർഷം തോന്നുകയാണ്. അവർ ദൈവത്തെ വധിക്കുവാനായിട്ട് ആലോചിക്കുന്നു. കാരണം യഹൂദ പശ്ചാത്തലം അനുസരിച്ച് സാബത്ത് അത് വിശ്രമത്തിൻ്റെ ഒരു വേളയായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. സാബത്തിനെ കുറിച്ചുള്ള പശ്ചാത്തലം നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിന് ശേഷം ദൈവം 7-ാം ദിവസം വിശ്രമിച്ചതായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഴ്ചയിലെ 6 ദിവസത്തെ അധ്വാനത്തിന് ശേഷം 7-ാമത്തെ ദിവസം വിശ്രമത്തിനായിട്ട് കരുതിയിരുന്നു. അതാണ് സാബത്തായിട്ട് അവർ ആചരിച്ചിരുന്നത്. ഈ ദിവസത്തിൽ ആരും അധ്വാനിക്കുവാൻ പാടില്ല. അധ്വാനിക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ദൈവം പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതും സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്നതുമൊക്കെയായിട്ട് ഈ നമ്മൾ കാണുന്നത്. പിന്നീട് 17-18 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യേശു തന്നെ പിതാവിന് തുല്യനാക്കി മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോൾ യഹൂദ പ്രമാണികൾ ദൈവത്തിന് മേൽ 2 കുറ്റമാണ് ആരോപിക്കുന്നത്. ഒന്ന്, തന്നെ പിതാവിന് തുല്യനാക്കി. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോൾ യഹൂദ പ്രമാണികൾ 2 കുറ്റമാണ് യേശുവിൻ്റെ മേൽ ആരോപിക്കുന്നത്. ഒന്ന്, തന്നെ ദൈവത്തിന് തുല്യനാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 2, സാബത്ത് നിയമം ലംഘിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം കടന്നു ചെല്ലാൻ. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം സുവിശേഷത്തിൻ്റെ ആദ്യ പാദത്തിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നത്, പിതാവുമായിട്ട് തന്നെ തുല്യനാക്കി കാണിക്കുന്നത്. യേശു പറയുന്നുണ്ട് 19-ാമത്തെ അധ്യായത്തിൽ, ഞാനും പിതാവും ഒന്നാണ്, പിതാവ് അറിയാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ അനുസരിക്കുന്നവൻ പിതാവിനെ അനുസരിക്കുന്നുവെന്നൊക്കെ. മുൻപോട്ട് കടന്നു പോകുമ്പോൾ യേശു തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യുഗാന്ത്യത്തിലല്ല, മറിച്ച് ഈ ലോകത്തിൽ അവർ നേടാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന പാദങ്ങളിലേക്ക് വരുമ്പോൾ യുഗാന്ത്യത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചുമാണ് നാം കാണുന്നത്. 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്നത് ഇപ്രകാരമാണ്, കല്ലറയിലുള്ളവർ അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. നന്മ ചെയ്തവർ നിത്യവിധിക്കായിട്ടും തിന്മ ചെയ്തവർ നിത്യ ശിക്ഷയ്ക്കായിട്ടും പുറപ്പെടുമെന്നൊക്കെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുവാണെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അയൽവക്കക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മെ തന്നെ ആശ്രയിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഈ പ്രശ്നങ്ങൾ വഴക്കിലും മറ്റ് പ്രശ്നങ്ങളിലുമൊക്കെ ആയിട്ട് അവസാനിക്കുന്നത്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത് മറ്റൊന്നുമല്ല, അവനിൽ വിശ്വസിക്കുക, അവൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക. ഇന്നത്തെ 4 വായനകളിലൂടെ കടന്നു പോകുമ്പോൾ സഭാമാതാവ് നമ്മോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുക. 1-ാമത്തെ വായനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ അനുസരിച്ച നോഹയെ നമ്മൾ കാണുന്നുണ്ട്. 2-ാമത്തെ വായനയിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിച്ച ഏലിയായെയും ഏലീഷായെയും നമ്മൾ കാണുന്നുണ്ട്. ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിൽ പാപത്തിൻ്റെതായ എല്ലാ ദുരിതങ്ങളും എടുത്തു മാറ്റുമെന്ന് പൗലോസ്ലീഹ നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോഴും സഭാമാതാവ് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് യുഗാന്ത്യോന്മുഖമായ പ്രത്യാശയോടുകൂടെ ജീവിക്കുക. പ്രിയമുള്ളവരെ, അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം വിശുദ്ധർ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായപ്പോൾ ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചത്. ഉയർപ്പ് കാലത്തിലെ 6-ാമത്തെ ഞായറാഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ സഭാമാതാവ് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവൻ്റെ ഹിതമനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.